5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. ഇവിടെ എന്തൊക്കെയോ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഞാൻ എന്താണ് കണ്ടത്? ദാറ്റ് സൈൻ. ഇപ്പോ ഇതിവിടെ ആരോടും പറയാതിരിക്കുന്നത് നല്ലത്. എന്താ സർ? നിങ്ങൾ എല്ലാ ദിവസവും എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? ഞാനങ്ങനെ ഉറങ്ങാറൊന്നുമില്ല സർ. അല്ല, എന്താ സർ അങ്ങനെ ചോദിച്ചേ? നത്തിങ്. ശരി സർ. ആ ഡോക്ടർ വന്നേ കാര്യങ്ങളെല്ലാം വിശദമായി നോക്കിയപ്പോ എല്ലാവരുടെയും പേടി അങ്ങ് പോയി. ആ അനാക്കോണ്ടയുടെ കളി ഇനി ഇവിടെ നടക്കില്ല മാഡം. ആ വിഷയം വിട് മന്ദാകിനി. പുതുതായി 5 പിള്ളേരും കൂടി വരുന്നുണ്ട്. 5 എണ്ണോ? ഇപ്പൊ തന്നെ ഇവിടെയുള്ളവര് സഹിക്കാൻ വയ്യ. അപ്പോഴും അടുത്ത 5 എണ്ണം. മാഡം പറഞ്ഞ ഈ 5 എണ്ണം ഈ ഹോസ്റ്റലെടുത്ത് തലകീഴായി വെക്കുന്ന ടൈപ്പുകളാണോ? ഇതുവരെ പോകാൻ ഇറങ്ങിയില്ലേ? ഇല്ല. നിമിത്തം നോക്കി ഇറങ്ങണം. യാത്രാ ക്ലേശങ്ങളോ പഠനത്തിൽ തടസ്സങ്ങളോ വരാൻ പാടില്ലല്ലോ. എന്തേ വൈകുന്നത്? കുളിയും തേവാരം എല്ലാം കഴിഞ്ഞ് ഒരു സമയാവും ഒരുങ്ങി ഇറങ്ങാൻ. മുത്തശ്ശനെ പോലെ ഭക്തി തലയ്ക്ക് പിടിച്ച പെണ്ണാ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. ഭഗവാനെ കൃഷ്ണ രക്ഷിക്കണേ. മോളെ വൃന്ദ, നീ ഇതുവരെ പുറപ്പെടാറായില്ലെന്ന് മുത്തശ്ശൻ ചോദിക്കണു. റെഡിയായി ഒപ്പോളെ? ഇപ്പൊ വരാവേ. എല്ലാം എടുത്തോ? ഒന്നും മറന്നില്ലല്ലോ. അയ്യോ എന്റെ കണ്ണൻ. എന്റെ കൃഷ്ണ, നിന്നെ ഞാൻ ഇപ്പൊ മറന്നേനെ. മുത്തശ്ശ നന്നായി വരും. താമസം ഹോസ്റ്റലിലാണെങ്കിലും ചിട്ടകളൊന്നും തെറ്റിക്കരുത്. എന്ത് ചെയ്യുമ്പോഴും ഉള്ളിൽ ആ ഓർമ്മയുണ്ടാവണം. നീ സൂര്യമംഗലത്തെ മനയിലെ പേരക്കുട്ടിയാ. കൂട്ടുവേണം, പക്ഷേ കൂട്ടം തെറ്റരുത്. ആ, പോയി വരിക. വെള്ളമെടുക്ക്. തീയാണല്ലോ നിമിത്തം. ഇതെന്തിന്റെ സൂചനയാ? പേടിക്കാനില്ല. കത്തുന്ന തീ ശുഭനിമിത്തം. അതിനെ അണയ്ക്കാൻ വെള്ളം മതിയാകും. എന്നാൽ ചാരം മൂടിക്കിടക്കുന്ന തീക്കനലുകളെ സൂക്ഷിക്കണം. അവ ഏത് സമയത്തും ആളിക്കത്താം. മുത്തശ്ശ, മോള് പേടിക്കണ്ട. നന്നായി പഠിച്ചു വാ.